ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. ഇത് ഈദിന്റെ ഒരു വ്ളോഗ് കേട്ടോ. അപ്പൊ അതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും പെരുന്നാളാകുമ്പോൾ എല്ലാവരും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പൊ നമുക്ക് പെരുന്നാളൊക്കെ അല്ലേ, വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ തന്നെ നമുക്ക് ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. പത്തിരി പ്രസ് ഇല്ലാത്ത പേരിൽ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊന്നൊരു ഐഡിയ ഒക്കെ വെച്ചിട്ട് കവറിലൊക്കെ വെച്ച് പാത്രങ്ങളിലൊക്കെ അമർത്തി സെറ്റാക്കി എടുത്തൊരു പത്തിരി ഉണ്ട്. അപ്പൊ ഇന്ന് രാവിലെ പത്തിരിയും ബീഫ് കറിയാണ്. അപ്പൊ അതിലേക്കുള്ള പരിപാടികളാണ്. അപ്പൊ അതാ നമ്മുടെ പത്തിരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബീഫ് കറി വെക്കണം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ബീഫ് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അത് കുക്കറിലിട്ട് വേവിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് കറിയാക്കി എടുക്കണം. ഞങ്ങള് വീട് മാറിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് ഫാനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ പഠിക്കാനും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ വർക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ തീർക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പൊ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതാ പെരുന്നാളായിട്ട് ആസിഫൊക്കെ നേരത്തെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. ആദ്യത്തെ സത്യ കഴിഞ്ഞ് ഉച്ചക്ക് നെയ്ച്ചോറ് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ 3 പേർക്കില്ല. അപ്പൊ ആ ഒരു ബീഫ് കറി വളരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് റൈസ് വെക്കല് മാത്രമേ ഉള്ളൂ. അപ്പൊ അതും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു ഉറക്കമാണ്. വെയിലായോടെ ആരും ഇപ്രാവശ്യം അധികം പുറത്തിറങ്ങാൻ ഉണ്ടായിരിക്കില്ല. വെയിലൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ ഈവനിങ്ങിലാണ് കേട്ടോ ഒന്ന് പുറത്തുനിന്ന് റൗണ്ട് അടിക്കാൻ പോയത്. അങ്ങനെ അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ച് ഒരു ഇരുട്ടായപ്പത്തിനും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നു. ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോന്നു. അപ്പൊ ഇതൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.